ഹായ്. ഫോം ബോർഡിൻ്റെ ബാക്കി പീസസ് ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മിനിയേച്ചറായിട്ട് ഉണ്ടാക്കിയാലോ എന്ന്. അതിനുള്ളതല്ല കേട്ടോ, അത് ഫ്ലക്സ് ക്യൂക്ക് ടേബിൾ മാവാതിരിക്കാൻ വെച്ചതാണ്. ഇത് ഫോം ബോർഡ് ഇല്ലെങ്കിലും ഉണ്ടാക്കട്ടാം. പിന്നെ ഇതൊക്കെയാണ് മെഷർമെൻറ്റ്സ്. ഇതിലൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഫോം ബോർഡിന് പകരം നമുക്ക് കാർഡ് ബോർഡ് എടുക്കാം. പിന്നെ കട്ടിയുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ മെഷർമെൻറ്റ്സ് എടുത്തപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് ചെറുതായി. പക്ഷെ അതിന് 6x2 2 പീസും കൂടി എക്സ്ട്രാ എടുത്താൽ മതി. പിന്നെ ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, എൻ്റെ കൈമേലൊന്ന് ഒട്ടിപ്പോയി. വീഡിയോയിൽ കാണിക്കണ പോലെ 4 പീസസ് അതിൻ്റെ സൈഡുകളിലായിട്ട് ഒട്ടിക്കണം. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഐഡിയ വന്നിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ ബോക്സ് ഉണ്ടാക്കി പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എന്താ ഉണ്ടാക്കുക തന്നെ ഐഡിയ കത്തിയത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് തെറ്റിയത്. അപ്പോൾ ഒന്ന് ചെറുതായി പോയി. അപ്പോൾ അതിൻ്റെ വലുതൊന്ന് എടുത്തുകൊണ്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പക്ഷെ അത് ആണെങ്കിൽ വലുതായും പോയി. അപ്പോൾ ഞാൻ എക്സസ് ആയിട്ടുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തു. ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ബ്ലാസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ വന്ന എക്സസ് ആയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒരു ബോക്സ് ആയപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് പോലെ ഉണ്ടാക്കാണ്. പിന്നെ ഐഡിയ കത്തിയത് എന്തെങ്കിലും ഒരു മിനിയേച്ചറായിട്ടുള്ള ഹൗസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാണ്. അപ്പോൾ ഹൗസിൻ്റെ മേലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേൽക്കൂരായിട്ട് വെക്കാനുള്ള 2 കുഞ്ഞ് പീസസ് എടുക്കുക. എന്നിട്ട് അത് രണ്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ അന്യവനായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്ത്. അപ്പോൾ എപ്പോഴും പറയണ മാതിരി മെഷർമെൻറ്റ്സ് ആണ് ഇതിലും അതിൻ്റെ ഒരു കീ പോയിൻ്റ്. മെഷർമെൻറ്റ്സ് തെറ്റായാൽ എല്ലാം തെറ്റാവും കേട്ടോ. പിന്നെ ഞാൻ ഡോറിനുള്ള ഒരു പീസ് ആർക്ക് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തുകണ്. എന്നിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത്. എന്നിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തോളി. പിന്നെ ഞാനിത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ കാരണം എനിക്ക് പേസ്റ്റൽ ഷെയ്ഡൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷേ എൻ്റെ അടുത്ത് വൈറ്റ് ഇല്ലാതായിപ്പോയി. പിന്നെ ഞാൻ യെല്ലോയും ബ്രൗണൊക്കെ വെച്ച് പെയിൻറ്റ് ചെയ്തിരിക്കണേ. ഇതെന്താ കാട്ടുന്നത് വെച്ചാൽ ഞാനൊരു ഫ്ലവർ അവിടെ എന്തെങ്കിലും മരങ്ങളൊക്കെ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതൊന്ന് കൊളായിപ്പോയി. ഇനി ഈ കുഞ്ഞ വീടിനെ അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴൊക്കെ പുകയൊക്കെ പോകുന്നുണ്ട്. അതാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞേട്ടാ. എനിക്ക് കുഞ്ഞ് ചെടിച്ചട്ടിയൊക്കെ വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും പറ്റിയില്ല. ചെറിയ കുഞ്ഞതല്ലേ, അപ്പോൾ ഉണ്ടാകാൻ കുറച്ച് പണിയായിപ്പോയി. അപ്പോൾ ഞാൻ അതൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരു വേലി 3 പീസ് എടുത്തിക്കണ്. എന്നിട്ട് അതിനൊന്ന് വേലി പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 സൈഡും കട്ട് ചെയ്ത് കണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്നാലേ ഈ വീഡിയോ എല്ലാവർക്കും എത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.